ഹായ് ഫ്രണ്ട്സ്, നമുക്ക് ഇന്നത്തെ ലഞ്ചിന് വേണ്ട കലാപരിപാടികൾ തുടങ്ങാം കേട്ടോ. അതിന് വേണ്ടിയിട്ട് ഞാൻ ഉണ്ടാക്കുന്നൊരു വടക്കറിയും എരിശ്ശേരിയാണ് കേട്ടോ. അത് എങ്ങനെയാണെന്ന് സിമ്പിളായിട്ട് കാണാം കേട്ടോ. വട ഉണ്ടാക്കുമ്പോൾ നമ്മൾ ഉഴുന്നരയ്ക്കുമ്പോൾ അതിൻ്റെ കൂടെ ഒരു കഷ്ണം ഇഞ്ചി ചേർത്താലുണ്ടല്ലോ എണ്ണ കുടിക്കില്ല കേട്ടോ. ഇപ്പോൾ വെയിൽ കാലമൊക്കെ അല്ലേ ഉഴുന്നരയ്ക്കണതിൻ്റെ ഒപ്പം അരയ്ക്കുക. അപ്പം നമുക്ക് പിന്നെ ചെറിയ ഉള്ളി ഇടുക, സവാള ഇടാണ്ട് ചെറിയ ഉള്ളിയൊക്കെ ചേർക്കുക. ഭയങ്കര തണുപ്പാണ് ഈ സാധനങ്ങൾ. അരച്ചിട്ട് വരാം. ഇപ്പം മാവെല്ലാം നല്ല നമ്മൾ അരച്ചിട്ടുണ്ട്. ഇപ്പോൾ ഇതൊക്കെ കൂടി ഒന്ന് മിക്സ് ചെയ്യുക വേണ്ട. ഉള്ളി, പച്ചമുളക്, ഇഞ്ചി, കറിവേപ്പില, കുരുമുളക് പൊടി. പിന്നെ ഞാൻ നിങ്ങൾക്കൊരു ടിപ്പും കൂടി പറഞ്ഞു തരാം. ഫസ്റ്റ് നമ്മൾ ഉണ്ടാക്കേണ്ടത് വടയാണ് കേട്ടോ. അതുണ്ടാക്കി കഴിഞ്ഞാൽ നമുക്ക് രണ്ട് ഗുണങ്ങളുണ്ട്. ഒന്ന്, ഫസ്റ്റ് ഇതിൻ്റെ ബാക്കിയുള്ള എണ്ണയിൽ ബാക്കിയുള്ള കുക്കിങ് ചെയ്യാം. ഞാനിപ്പോൾ എരിശ്ശേരിയാണ് ഉണ്ടാക്കണം, വറുത്തിടാനും ഒക്കെ ഈ എണ്ണ ഉപയോഗിക്കാം, തേങ്ങ വറുത്തിടാൻ. രണ്ടാമത്തെ കാര്യം, നമുക്ക് വിശക്കുമ്പോൾ ഓരോന്ന് കഴിക്കാം. വലിയൊരു ഉപകാരമുണ്ട്. ഇങ്ങനെ വട മൊരുമൊരുന്ന് തന്നെ വറുത്ത് വെച്ചാലേ ഇതിങ്ങനെ വിശക്കുമ്പോൾ ഓരോന്നെടുത്ത് നമ്മൾ കഴിച്ചാൽ നമുക്ക് വിശപ്പുണ്ടാവില്ല. കുറച്ച് വെള്ളം കുടിക്കാം. അതുകൊണ്ട് ഞാൻ പറഞ്ഞുതരാം, ഈ ടിപ്പ് ആരും മറക്കരുത് കേട്ടോ. ശരിയായിട്ടുണ്ട്. ഇപ്പം നമുക്ക് കടുക് താളിക്കാം. നമ്മുടെ തേങ്ങ വറുത്ത ഇട്ട് കഴിഞ്ഞാൽ എരിശ്ശേരിയുടെ പണി കഴിയും. അപ്പോൾ തേങ്ങ വറവായിട്ടുണ്ട് കേട്ടോ. നമുക്ക് ഇതും കൂടി താളിക്കാം. എരിശ്ശേരിയുടെ പണി കഴിഞ്ഞു കേട്ടോ. അപ്പോൾ നമുക്ക് ഇന്നത്തെ ലഞ്ച് എടുക്കാം കേട്ടോ. ചോറ് എടുത്തിട്ടുണ്ട്. നമുക്കിപ്പോൾ ഉണ്ടാക്കിയ എരിശ്ശേരി എടുക്കാം. പിന്നെ നമ്മൾ വട ഉണ്ടാക്കിയില്ലേ, ആ വടയുടെ മേലെ ഇങ്ങനെ കറി ഒഴിക്കാം. ഞാൻ പരിപ്പ് മാങ്ങി മുരിങ്ങക്കായൊക്കെ ഇട്ട കറിയാണ് ഉണ്ടാക്കിയാണ്. എനിക്ക് ഈ കറി ഇഷ്ടമായി. ഇതുകൊണ്ട് എങ്ങനെ ചെയ്യുന്നത്, നിങ്ങൾക്ക് ഇഷ്ടമുള്ള കറി നിങ്ങൾ ഒഴിച്ചു. സാമ്പാർ ഇഷ്ടമുണ്ടെങ്കിൽ നിങ്ങൾ സാമ്പാർ ഒഴിച്ചു. പിന്നെ ഒരു ഉള്ളിച്ചമ്മന്തി. ഇത്രയേ ഉള്ളൂ ഇന്നത്തെ ലഞ്ച്. അപ്പോൾ ഇതാണ് കേട്ടോ ഇന്നത്തെ ലഞ്ച്. മത്തങ്ങയും പയറിട്ടിട്ട് എരിശ്ശേരി, വട ഉണ്ടാക്കിയിട്ട് കറി വെച്ചിട്ട് വടക്കറി. അപ്പോൾ ഓക്കെ കേട്ടോ, ബായ്. നിങ്ങൾ കഴിക്കാം, ഞങ്ങൾ കഴിക്കട്ടെ കേട്ടോ. ബായ്. നല്ല ടേസ്റ്റി ലഞ്ചാണ്. ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ എല്ലാവരും.